എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മാതൃസ്നേഹത്തെക്കുറിച്ചും പിതൃസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പല വീഡിയോകളും നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ എങ്കിലും നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അറിയേണ്ട ഒരു പ്രധാന സബ്ജക്റ്റാണ് എന്താണ് സ്നേഹം, എന്താണ് വാത്സല്യം എന്നൊക്കെ. അപ്പം അതിനുവേണ്ടി ഉള്ളൊരു വീഡിയോ ആണ്. പ്രധാനമായി നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളുണ്ടാകും. ഏതാണ്ട് മാതാപിതാക്കൾ ഒരു 70 വയസ്സാകുമ്പോൾ അവർ ഏതാണ്ട് റിട്ടയർമെൻറ്റ് സ്റ്റേജിലാകും. മോസ്റ്റ്ലി അവർ വീട്ടിൽ തന്നെ ഉണ്ടാകും. നമ്മൾ അവരുടെ മക്കളാകുമ്പോൾ ഏതാണ്ട് ഒരു 58, 60, 62 ഏജിൽ വരുമ്പോൾ അവരുടെ കുട്ടികൾ ഏതാണ്ട് 14 വയസ്സോ 16 വയസ്സോ മേ ബി 18 വയസ്സോ ഇതാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏജിലുള്ളവരാണ് നമ്മുടെ പേരൻസും നമ്മളും നമ്മുടെ മക്കളും. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ സാംസ്കാരികമായി നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, എങ്ങനെയാണ് സ്നേഹിക്കുക, പ്രായം ചെന്നവരോട് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം അവർക്കാരും പറഞ്ഞു കൊടുക്കില്ല. അത് അവർ പഠിക്കേണ്ടത് അവരുടെ വീട്ടിൽ നിന്നും, പ്രത്യേകിച്ച് അവരുടെ പേരൻസിൽ നിന്നും. നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ പേരൻസിൽ നിന്നും നാം ആദ്യം ചെയ്യേണ്ടത്, നാം നമ്മുടെ പേരൻസിനോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത്, ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്, ഏത് രീതിയിലാണ് അവരെ സ്നേഹിക്കുന്നത്, ഇതെല്ലാം നാം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് കണ്ടുപിടിക്കുന്നു. അവരാ പ്രാക്ടീസ് ചെയ്യുന്നു. ദ സെയിം പ്രാക്ടീസ് തന്നെ ആയിരിക്കും നമ്മൾ വയസ്സാകുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മോട് കാണിക്കുന്നത്. അവരെപ്പോഴും കാണുന്നത് അതായിരിക്കണം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു റിട്ടയർമെൻ്റായ ഒരു വ്യക്തി രാവിലെ ഉണരുന്നു, അവരുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പേപ്പർ വായിക്കും. അത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആ ഫ്രണ്ടിൽ, നമ്മുടെ വീടുകളിൽ ഒരു ഫ്രണ്ട് വരാന്ത കാണും, ഒരു സിറ്റ് ഔട്ട് കാണും. അവിടെ എവിടെയെങ്കിലും ചെയറിൽ നമ്മൾ പേപ്പർ വായിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ആ സമയത്തായിരിക്കും നമ്മളൊന്ന് പുറത്തു പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളും നമ്മളോടൊപ്പം വരുമായിരിക്കും. പക്ഷെ ഒന്ന് ചെയ്യേണ്ടത്, ആ വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന അച്ഛനോടോ അമ്മയോടോ മക്കൾ തീർച്ചയായിട്ടും ഒന്ന് പറയേണ്ടത്, അച്ഛ അല്ലെങ്കിൽ അമ്മേ, ഞാനൊന്ന് പുറത്തു പോയി വരികയാണ്, ഞാനിപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വരും. ഈ ഒരു വാക്ക് പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നതാരാണ്? നമ്മുടെ കുട്ടികൾ. അതായത് ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു കൂട്ടർ വിചാരിക്കും നമ്മളെന്തിനാ, അച്ഛനല്ല, സാരമില്ല, പറയേണ്ട കാര്യമില്ല. പക്ഷേ അത് വളരെ തെറ്റാണ്. അവിടെയാണ് അവർക്ക് തോന്നിപ്പോകും, ഒത്തിരി ഡീപ്പായിട്ട് ആലോചിക്കുന്ന പേരൻസ് പറഞ്ഞു പോകും, ഞാനിവിടെ ഇരിപ്പുണ്ട്, അവനെവിടെയോ പോകുന്നു, എവിടെ പോകണമെന്ന് അറിയത്തുമില്ല. ദ സെയിം ടൈം ആ അച്ഛനോട് നമ്മൾ പറയുന്നു, അച്ഛാ ഞാനൊന്ന് പുറത്തു പോവുകയാണ്, ഞാൻ ഇത്ര മണി കഴിഞ്ഞ് ഇന്നൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പോയാൽ ആ പിതാവിൻ്റെ അനുഗ്രഹം മനസ്സിൽ കൂടെ ഉണ്ടാവും. അവൻ പോയിട്ട് ദൈവമേ അവന് യാതൊരു അപകടവുമില്ലാതെ പോയി അവൻ തിരിച്ചു വരണമെന്ന് മനസ്സിൽ തീർച്ചയായിട്ടും ധ്യാനിക്കും. ആ ധ്യാനം, ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം ഉൾക്കൊള്ളും. ആ അനുഗ്രഹം ആ മോൻ്റെയോ മോളുടെ മുകളിലും ഉണ്ടാകും. ഇതാണ് ശരിക്കുള്ളൊരു കുടുംബത്തിൻ്റെ കീഴ്വഴക്കം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ എന്താ കാണുക, നമ്മുടെ കുട്ടികൾ പുറത്തു പോകുമ്പോൾ ഒന്നും പറയില്ല, ഒറ്റപ്പോക്ക, ഞാൻ ക്ലാസ്സിൽ പോകണോ, അല്ലെങ്കിൽ ഞാൻ ഇന്നടുത്ത് പോകണോ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് ഒന്നും ചോദിക്കില്ല. ചിലപ്പം ബൈക്ക് സ്റ്റാർട്ടാകുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ സൗണ്ട്, ഇത് ആരാന്നത്, മോൻ ആൾറെഡി പോയി.
അപ്പോൾ നമ്മൾ വൈഫിനോട് ചോദിക്കും, അവനെവിടെയാണ് പോണേ? അറിയില്ല, അവൻ എവിടെയെങ്കിലും പോയി. വൈഫിനും അറിയില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇത് വലിയൊരു അപകടകരമായ ഒരു പ്രവണതയാണ്. അങ്ങനെ ഉണ്ടാകരുത്. പല വീടുകളിലും പല കുടുംബങ്ങളിലും ഇത് സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്താണ് മാതൃസ്നേഹം, എന്താണ് പിതൃസ്നേഹം, അത് എങ്ങനെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, ഇതെല്ലാം നമ്മിൽ കൂടിയാണ് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട. അവർ പഠിക്കുന്നതും അവർ കേൾക്കുന്നതും അവർ കാണുന്നതും നാം നമ്മുടെ പേരൻസിനോട് എന്ത് ചെയ്യുന്നു അതായിരിക്കും അവർ പഠിക്കുക. നാളെ എപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മുടെ പേരൻസിനോട് നാം എങ്ങനെ മൂവ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഇവരെല്ലാം അത് ഓർത്തു വയ്ക്കും. 100% ഈ കുട്ടികൾ നാളെ നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ അതേ ലെവൽ തന്നെയായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ എത്ര പ്രായമായിരുന്നാലും, നമ്മൾ എത്ര ക്ഷീണിതരായിരുന്നാലും, എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതിനർത്ഥം ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ അച്ഛന് വേണ്ടതെല്ലാം ചെയ്യുക, എന്തെല്ലാ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കും, എന്തു കൊടുത്തു കഴിഞ്ഞാലും അതല്ല. ഒരു നാക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമ്മൾ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ, അമ്മേ ഞാനൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുകയാണ്, ഞാൻ ഒന്ന് ഒരു സ്ഥലത്ത് പോയി വരികയാണ്, അച്ഛനില്ല, അച്ഛനോടൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ആ മാതാവിനും പിതാവിനും അവർക്കറിയാം അവരുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് പോണത്, അവർ എന്തിനാണ് പോണത്, എപ്പോൾ വരുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ ആ ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിൽ ആൾറെഡി ഉണ്ടാകുന്നു. അതവർ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും വിഷമം ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ ഇതൊന്നും പറയാതിരുന്നാൽ നമ്മൾ ഒരുപാട് വിഷമിക്കും. നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ കാണും, നമുക്ക് ജോലിക്കാർ കാണും, നമുക്ക് ഓടിക്കാൾ സമ്പത്ത് കാണും, ചിലപ്പോൾ നമ്മൾ ദരിദ്രമായിരിക്കും. എങ്കിൽ തന്നെയും ഈ അച്ഛനെയും അമ്മയും സ്നേഹിക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ അനുഗ്രഹം വാങ്ങുക, അത് വലിയൊരു കാര്യമാണ്. ഇതൊക്കെ ഒരിക്കലും എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് ഈ മാതൃസ്നേഹവും പിതൃസ്നേഹവും എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് എത്രത്തോളം കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടിയായി നമുക്ക് നമ്മുടെ മക്കളിൽ നിന്നും കിട്ടും. നമ്മുടെ കൾച്ചർ അതാണ്, നമ്മുടെ സംസ്കാരം അതാണ്, നമ്മുടെ ധർമ്മം അതാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം. നമ്മുടെ കൾച്ചർ വലിയൊരു സംസ്കാരമാണ്. അല്ലാതെ ഇപ്പോഴീ കാണിക്കുന്ന കുട്ടികൾ കാണിക്കുന്ന മൊബൈലിൽ നിന്ന് ആഷ്പൂഷ് സംസ്കാരമല്ല നമ്മുടേത്. വളരെ അടിസ്ഥാനപരം, വളരെ ഡീപ്പ്, വളരെ ഡെപ്തുള്ളൊരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നാം. ഇതിൽ പലതും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വിസ്മരിക്കപ്പെടുന്നു. അതുണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ അല്ല, നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ ആരോടും നിങ്ങളുടെ പേരൻസിന് അവിടെ മാറിയിരിക്കുന്ന പേരൻസിനോട് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ അങ്ങ് പോയി അച്ഛാ സുഖം, അതിലൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടും അമ്മയോടും അച്ഛനോടും പുറത്തു പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു പോവുക. നിങ്ങളുടെ ആ പോക്ക് സക്സസ് ആയിരിക്കും. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പോണത് അതിൽ നിങ്ങൾ വിജയം വരിച്ചേ വരികയുള്ളൂ. ഈ ഒരു പ്രാക്ടീസ് നിങ്ങളിൽ എന്നും ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. ഇത് നാളെ നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടിയൊക്കെ ഇത് കഴിഞ്ഞാലും നിങ്ങൾ നാളെ ഒരു 75 വയസ്സാകുമ്പോൾ എവിടെയെങ്കിലും മാറി ഒരു ചെയറിൽ കുത്തിയിരുന്നാൽ ഒന്നുമില്ലാതെ ആരോ വരുന്നു ആരോ പോകുന്നു, നിങ്ങളൊരു അധികപ്പറ്റായി പോകുന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാകും. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പലരും ഇതുപോലെ അധികപ്പറ്റായി ആരെങ്കിലും നിങ്ങളുടെ അച്ഛനോ അമ്മയോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവരെ ആ ഒരു മൂഡും നിങ്ങൾ മാറ്റിയെടുക്കണം. അവരോട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യണം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. എവിടെ പോയാലും അവരോട് ഒന്ന് പറഞ്ഞു പോവുക.
അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല, അതുകൊണ്ട് നല്ലതേ ഉണ്ടാകും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്നേഹവും നമ്മുടെ ബഹുമാനവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സത്യങ്ങളുമെല്ലാം ഇതെല്ലാം ഒന്നിച്ചൊരു ടൈപ്പായി കിടക്കുന്ന ഒരു ചെയിൻ പോലുള്ളൊരു സാധനമാണ്. നമുക്ക് സാമ്പത്തികം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമുക്കൊന്നും ഇവിടെ നേടാൻ പറ്റില്ല. നമുക്കെന്ത് നേടണമെങ്കിൽ നമുക്കൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പേരൻസ്, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ ആദരിക്കണം. അവരിൽ കൂടിയാണ് നാം ഈ ലോകത്തെ കണ്ടത്, അവരിൽ കൂടിയാണ് നാം ജീവിക്കുന്നത്. സോ എല്ലാവർക്കും ഒരു പുതിയൊരു കാഴ്ചപ്പാട് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. വീട്ടിലുള്ളവരുമായി നല്ലൊരു ബന്ധം വരുത്തുക. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും, നിങ്ങളുടെ ഓരോ മൂമെൻറ്റ്സുകളും നിങ്ങളുടെ കുട്ടികൾ പഠിക്കും. അതിൽ കൂടി സന്തുഷ്ടമായൊരു കുടുംബം എപ്പോഴും ഉണ്ടാകും, നിലനിൽക്കും. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു.